അതൊരു അധ്യാപകർക്ക് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ നിമിഷങ്ങളാണ്. അപ്പോൾ 95% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന പ്രായത്തിലാണ് നമ്മുടെ മക്കളിപ്പോൾ ഉള്ളത്. ഒരു 5-6 വയസ്സ് വരെയൊക്കെ ആണെന്നാണ് ശാസ്ത്രീയമായി കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുട്ടി പഠിക്കേണ്ട ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറയുന്നത് IITയോ ഹാർവാർഡോ സ്റ്റാൻഫോർഡോ എയിലോ ഒന്നുമല്ല, അത് നമ്മുടെ വീട് തന്നെയാണ്. അവിടെ ഇന്നത്തെ പാരൻസ് മനസ്സിലാക്കേണ്ട കാര്യം വളരെ പ്രധാനമായും നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയിലാണ്. നമുക്ക് ആവശ്യം പോലെ ഇൻഫർമേഷൻ ഉണ്ട്. ഇപ്പം ChatGPTയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ഒരു ഇൻഫർമേഷനും ഇന്ന് ലോകത്തില്ല. അപ്പം ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേയിൽ ജീവിക്കുന്ന നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇൻഫർമേഷൻ അല്ല, ഫോർമേഷനാണ്. We need well-formed minds before well-informed minds, because information is available in internet. ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, എന്ത് ചോദിച്ചാലും നമുക്ക് അപ്പം തന്നെ തരും. പക്ഷേ ഈ തരുന്ന ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, ആ ഇൻഫർമേഷനെ നമ്മൾ എങ്ങനെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാക്കി മാറ്റുന്നു എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. പുതിയ സ്റ്റഡീസ് പറയുന്നത് 87% ഒരു കുട്ടിയുടെ സക്സസ്, ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് അയാളുടെ ഇന്റലിജൻസ് അല്ല, മറിച്ച് അയാളുടെ മൈൻഡ് സെറ്റാണ്, ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞിൽ നമ്മൾ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പോഷറാണ്. നമ്മളെല്ലാ മനുഷ്യരും ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോർമേഷനും പിന്നെ എക്സ്പോഷറുമാണ്, അല്ലേ? നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ വേഷം ധരിക്കുന്നത്, അല്ലേ? പക്ഷെ ഇതേ നമ്മൾ തന്നെ അമേരിക്കയിലാണ് ജനിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയാണോ വേഷം ധരിക്കുക? ഇങ്ങനെയാണോ സംസാരിക്കുക? നമ്മുടെ ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കുമോ? നമ്മുടെ വേഷവിധാനങ്ങൾ ഇങ്ങനെ ആയിരിക്കുമോ? നമ്മുടെ സംസാര രീതിയും നമ്മുടെ കാഴ്ചപ്പാടുകളും ഇങ്ങനെ ആയിരിക്കുമോ? അപ്പോൾ നമ്മൾ ജനിക്കുന്ന രാജ്യം, നമ്മൾ ജീവിക്കുന്ന സമൂഹം, നമ്മൾ ജീവിക്കുന്ന കുടുംബം, നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ, നമ്മുടെ മതം, നമ്മുടെ ജാതി, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ ഒക്കെ ഷെയ്പ്പ് ചെയ്തൊരു പേഴ്സണാലിറ്റിയാണ് നമുക്കെന്നുള്ളത്. അത് ഒരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആണോ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്.